തിരുവനന്തപുരത്ത് സീരിയൽ ലൊക്കേഷനിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ലൈംഗിക ചൂഷണത്തിനിരയായ സംഭവത്തിൽ പ്രൊഡക്ഷൻ കൺട്രോൾ അസീം ഫാസിലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പരാതിക്കാരി. മദ്യലഹരി അസീം ഫാസിൽ ലൈംഗികമായി ഉപദ്രവിച്ചെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിച്ചു നൽകാൻ നിർബന്ധിച്ചെന്നുമാണ് പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ. പരാതി നൽകാനെത്തിയപ്പോൾ തിരുവല്ലം പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നും പരാതിക്കാരി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നൽകിയ പരാതിയിൽ അസീം ഫാസിൽ എന്ന പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ തിരുവല്ലം പോലീസ് കേസെടുത്തിരുന്നു. മദ്യലഹരിയിൽ അസീം ഫാസിൽ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. പിന്നാലെ നിർമ്മാതാവ് ഇടപെട്ട് ഇയാളെ 2 സീരിയലുകളിൽ നിന്നും പുറത്താക്കി. പുതിയ നിർമ്മാതാവ് വന്നതോടെ അസീം ഫാസിൽ തിരിച്ചെത്തി. ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിച്ചു നൽകണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടുവെന്നും ഇല്ലെങ്കിൽ ജോലി നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി. ജൂലൈ 19-ാം തീയതി നൈറ്റ് ഷൂട്ട് 15ഓളം ജൂനിയർ ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി 1:30 മണിയോളം ഷൂട്ട് പോയി. പൂവച്ചൽ സ്വദേശി ഇപ്പം ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. പുള്ളി ഞാൻ കാറിൻ്റെ അടുത്തോണ്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരുട്ടാണ് ഉറ്റത്തപ്പിളി നിന്നത്. അപ്പോൾ കാറിൻ്റെ അടുത്തോട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നാൽ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. കള്ള് കുടിച്ചും കൊണ്ട് കുപ്പിയും ഗ്ലാസ്സും ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ എന്നെ കണ്ടതും കുപ്പിയും ഗ്ലാസും അതിൻ്റെ പുറത്ത് വെച്ചിട്ട് പുള്ളി എന്നെ കയറി പിടിക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് വെപ്രാളത്തി മുന്നോട്ട് പോയി. പരാതി ഒതുക്കാൻ തിരുവല്ലം പോലീസ് നിർബന്ധിച്ചുവെന്നാണ് മറ്റൊരു ആക്ഷേപം. ഫെഫ്കയിൽ മൊഴി കൊടുക്കുന്നത് തടയാൻ ശ്രമം നടത്തി. മകൻ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന CI ഭീഷണിപ്പെടുത്തി. നീ എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് ആൾ പറഞ്ഞു വിട്ടില്ല എന്നുകൊണ്ട് നിൻ്റെ വർക്ക് നിന്ന് തെറിപ്പിക്കും, നീ ഇനി ഒരു വർക്കും ചെയ്യില്ല. അപ്പോൾ ഞാൻ 5ഓളം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനി ഒരു സീരിയൽ നീ ചെയ്യില്ല, ഈ വർക്കിൽ നീ മുന്നോട്ട് പോവേയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ പണിയില്ല, ജൂനിയർ ആർട്ടിസ്റ്റിനെ കാഴ്ച വെക്കണമെന്ന്. അത് നമ്മൾ കോർഡിനേറ്റർമാർ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്. ഇവന് നിരന്തരം ഞാൻ ആൾ കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ വർക്കിന് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അതുപോലെ ഇവൻ ചെയ്തു. സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവരാദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അസീം നിങ്ങൾ ഈ കേസ് ഒത്തുതീർപ്പാക്കി പോകണം, അല്ലെങ്കിൽ നിങ്ങളിത് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും. തിരുവല്ല സ്റ്റേഷനിൽ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിന് പ്രൊഡ്യൂസർക്ക് ആൾ കൊടുത്താൽ നല്ല വേഷം തരും, നല്ല ക്യാഷ് വരും. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിനെ വ്യക്തമാക്കല്ല, 3 പേർക്ക് വേണ്ടി ആൾ തന്നു കഴിഞ്ഞാൽ നീ ഉയരങ്ങളിലെത്തും, നിനക്ക് ഒരുപാട് കാശ് കിട്ടുമെന്ന്. പക്ഷേ ആ കാശ് എനിക്ക് വേണ്ടാന്ന് ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞൊരു വാക്ക്, ഒന്നീ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മോളെ കൊണ്ടു കൊടുക്കുക, അതാകുമ്പോൾ വേറെ കുഴപ്പമില്ല, ആ കാശ് നിങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞു. പരാതി ലഭിച്ചതിന് പിന്നാലെ അസീം ഫാസിലിനെ ഫെഫ്കയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഒളിവിലുള്ള അസീം ഫാസിലിനായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സിനിമാ സീരിയൽ മേഖലയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന പരാതികളിൽ പോലീസ് എത്രമാത്രം നിഷ്ക്രിയത്വം കാണിക്കുന്നു എന്നുള്ളതാണ് അല്പസമയം മുൻപ് ഇവർ പറഞ്ഞവസാനിപ്പിച്ച കാര്യം. പോലീസിൽ വിശ്വാസമില്ല എന്നുകൂടി പറഞ്ഞവസാനിപ്പിക്കുന്നുണ്ട്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. വൈഗ്രഹത്തിന് വഴങ്ങിയില്ലെങ്കിൽ തൊഴിൽ നിഷേധിക്കുമെന്ന ഭീഷണി. പ്രൊഡക്ഷൻ കൺട്രോളറെ പിടിച്ചകത്തിടുന്ന മലപ്പുറത്തേക്കാണ്.